നമ്മൾ സ്പെയിനിലേക്കുള്ള യാത്ര തുടങ്ങിയതൊരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഡബ്ലിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഫ്ലൈറ്റ്. ഒരു 10:30 ആയപ്പോഴായിരുന്നു ഫ്ലൈറ്റ്. നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിൽ 2-2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായി. അപ്പോൾ നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇങ്ങനത്തെ ഫ്ലൈറ്റുകളിലൊന്നും നമുക്ക് ഫുഡ് കിട്ടത്തില്ല കേട്ടോ. ഒരു 2-2.5 മണിക്കൂറൊക്കെ ട്രാവൽ ടൈമുള്ളേ. അപ്പോൾ നമ്മൾ മിക്കവാറും സാൻഡ്വിച്ചൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുപോകും. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാമല്ലോ. അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറിയിട്ടാലും കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. നമ്മളങ്ങനെ സെറ്റാക്കി കൊണ്ടുപോകും. പിന്നെ അവിടെ നിന്നൊരു കാപ്പി വാങ്ങിച്ച് കുടിച്ച്, നല്ല കാപ്പിയായിരുന്നു കേട്ടോ. കട്ടൻ കാപ്പി പോലത്തെ കാപ്പി വാങ്ങി കുടിച്ചു. പിന്നെ വെള്ളം എടുക്കാൻ മറന്നായിരുന്നു. രാവിലെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ വെള്ളം എടുത്ത് വയ്ക്കാൻ മറന്നായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ കണ്ടൊരു വെൻഡിങ് മെഷീനിൽ പോയിട്ട് ഒരു വെള്ളം എടുത്തിട്ട് അങ്ങനെ നമ്മൾ സെറ്റായിട്ടിരുന്നേ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കേട്ടോ. കയറുമ്പോൾ തന്നെ ഉറങ്ങണം എന്നുള്ള പ്ലാനിലാണ് കയറി. കാരണം നമ്മൾ രാവിലെ ഇച്ചിരി നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് റെസ്റ്റ് കിട്ടത്തില്ലല്ലോ. ചെന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബാർസലോണ എയർപോർട്ടിൽ എത്തിയിട്ടോ. 30 ഡിഗ്രിക്ക് ആയിട്ടോ ടെമ്പറേച്ചർ. എനിക്ക് നല്ല ചൂടുണ്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ. പിന്നെ നമ്മളിവിടെ എത്തിയപ്പോഴേക്ക് ഇച്ചിരി ലേറ്റ് ആയി തോന്നുന്നു. ട്രാവൽ ടൈം ഇച്ചിരി കൂടുതലെടുത്തായിരുന്നു. ഒരു 2:30, ഇവിടുത്തെ സമയം 2:30 ആയപ്പോഴാണ് നമ്മൾ എത്തിയേക്കണേ. ഇനി പുറത്ത് പോയി ബസ് പിടിച്ച് നമ്മൾ ട്രാവൽ കാർഡ് എടുത്തിട്ടുണ്ട്. ബസ് പിടിച്ച് നമ്മൾ ബുക്ക് ചെയ്തേക്കണം. നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാമോ? പോവാം. Bye bye guys. Hey, bye bye guys. See you later. നമ്മൾ മെട്രോയിൽ കയറാൻ വേണ്ടി എത്തി കേട്ടോ. ചൂടെടുത്താറും തോമാത്ര മാർക്കറ്റിനൊക്കെ ഏകദേശം അവശതയായിട്ടുണ്ട്. അവിടെ ഇരിപ്പ് തുടങ്ങി. ഇവിടെ നിന്ന് എത്ര മിനിറ്റ് ഉണ്ട് നമ്മുടെ സ്ഥലത്തേക്ക്? 1 മണിക്കൂറാണോ? അവറിൽ പോകണം. 45 മിനിറ്റിലൊക്കെ എത്തും. ലാംഗ്വേജ് ഭയങ്കര ഇഷ്യൂ ആട്ടോ. ഇവിടെ ഇംഗ്ലീഷ് ഇതല്ല. അപ്പോൾ അതാരണം കൊണ്ട് നമ്മൾ ഉള്ള ഇംഗ്ലീഷൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത ആക്ഷനൊക്കെ വെച്ചിട്ടാണ് ഇതുവരെ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ കയറാൻ പോണത്. നമ്മളൊരു മെട്രോ കയറി ഒരു 10-15 മിനിറ്റ് അതിനകത്തുണ്ടായിരുന്നു. അതിന് സെക്കൻഡ് മെട്രോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരി മുകളിലാണ്. 5 നിലയോ 6 നിലയൊക്കെ. നമ്മൾ എക്സ്ട്രാ ബാഗേജ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഫ്ലൈറ്റിലൊക്കെ നമ്മുടെ അണ്ടർ സീറ്റിലുള്ള ബാഗാണ് അവർ അലോ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ തന്നെയാണ് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ട്രെയിൻ മെട്രോയിൽ വന്ന് ഇറങ്ങി. ഇനി ഇവിടെ നമുക്ക് 5 മിനിറ്റ്സ് കൂടെ നടക്കാനായിട്ട്. ഇംഗ്ലീഷിൽ പോലും ഇവിടെ ഇംഗ്ലീഷിൽ എഴുതലും കുറവാണ്. ഇവിടുത്തെ സ്പാനിഷിലാണ് ഫുള്ള് എഴുതി വെച്ചത്. നമ്മൾ ഓരോന്ന് കണ്ട് സൈൻ നോക്കി മനസ്സിലാക്കി. ഓരോന്ന് പഠിച്ചെടുക്കാട്ടോ. നമുക്ക് മനസ്സിലാവാൻ എടുത്ത സിസ്റ്റമൊക്കെ നമ്മൾ ആദ്യമായിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. നാളെ നമുക്ക് നമ്മൾ സെറ്റാവും. ഇന്നത്തെ ദിവസം ഫുള്ള് നമുക്ക് ഓരോന്ന് മനസ്സിലാക്കി വരുവാണേ. വീട്ടിലേക്ക് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടുത്തെ ഒരു സിറ്റി കൂടെ നമ്മൾ പോകണേ. പക്ഷേ ഇന്ന് സൺഡേ ആണ്ടാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല പോയിട്ടാണ്. എല്ലാ ഷോപ്സൊക്കെ അടച്ചിട്ടേക്കാണ്. നമ്മുടെ തണലത്തെ കൂടെ നമുക്ക് നല്ല സുഖമുണ്ട് കേട്ടോ. ചെറിയ കാറ്റും നമ്മുടെ പണ്ടത്തെ നാട്ടിലൊരു ക്ലൈമറ്റ്. പക്ഷേ ഷെയ്ഡ് ഇല്ലാത്തടത്ത് പോകുമ്പോൾ നല്ല ചൂടാട്ടോ. ആകെ പുകഞ്ഞ ഔഷധി ആവുന്നുണ്ട്. കടകളൊക്കെ മിക്കവാറും തന്നെ ഇന്ന് ക്ലോസ് ആണ്. ഇപ്പോൾ സൺഡേ 4 മണിയായിട്ട് ഈവനിങ്. ഇവിടെ സേഫ്റ്റി നമ്മൾ ശരിക്കും നോക്കണം എന്ന് എപ്പോഴും എല്ലാവരും പറയാറുണ്ടായിരുന്നേ. കാരണം അത്യാവശ്യം പിക്ക് പോക്കറ്റിങ്ങും ഫോൺ തട്ടിക്കൊണ്ടുപോലൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഒരു ബാഗൊക്കെ ഫ്രണ്ടിലൊക്കെ ഇട്ടിട്ടാട്ടോ നടക്കണം. നമ്മുടെ പേഴ്സൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള ബാഗ് നമ്മുടെ ഫ്രണ്ടിൽ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾ താഴ്ന്ന് കണ്ടു കേട്ടോ. അപ്പോൾ അവർ വന്ന് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. നമ്മൾ ഒരു വലിയ 7 or 8 ഫ്ലോർ ഉള്ള ഒരു ഫ്ലാറ്റ് ആട്ടോ. അപ്പോൾ അതിനകത്ത് 3rd ഫ്ലോറിലാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഹോൾവേന്ന് ഇങ്ങോട്ടേക്കാട്ടോ നമ്മുടെ റൂംസൊക്കെ ഉള്ളത്. ഇവിടെയാണ് കിഡ്സ് ബെഡ്റൂം ഉള്ളത്. അവർക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടപ്പെട്ടു. 2 നല്ല ക്യൂട്ട് ബെഡും ലാമ്പും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെയാണ് നമ്മുടെ ഞങ്ങൾക്കുള്ള റൂമുള്ളത്. ക്യൂട്ടാട്ടോ. നല്ല ഭംഗിയിൽ എല്ലാം ടൈപ്പ് ചെയ്ത് വാർഡ്രോബൊക്കെ ഉണ്ട്. 2 ബെഡ് നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് എല്ലാവരും വെച്ചേക്കുന്നത്. ബെഡ് സൈഡ് ലോക്കറും ലൈറ്റ്സും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്താട്ടോ നമ്മുടെ ടോയ്ലറ്റ് ഉള്ളത്. ടോയ്ലറ്റും ഷവറും ഒക്കെ ആയിട്ടുള്ള അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ടോയ്ലറ്റും ഷവറൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ കിച്ചണും ചെറിയൊരു ഡൈനിങ് സ്പേസും ചെറിയൊരു സിറ്റിംഗ് ലോഞ്ചൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള കിച്ചണാണ്. നമുക്ക് ചെറിയ കുക്കിംഗ് ഹോബ് ഉണ്ട്. 2 അടുപ്പൊക്കെയുള്ള കുക്കിംഗ് ഹോബും അതുപോലെ ഫ്രിഡ്ജ് ഉണ്ട്. ഇതിനകത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ച എന്തെങ്കിലും ചെറുതായിട്ട് വൈനോ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കിത് വാങ്ങിച്ച് ഇന്ന് പോയിട്ട് നമുക്കത് ഫില്ല് ചെയ്യാം. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാം. ചെറുതായിട്ട് നമുക്ക് ടൂൾസൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. യൂട്ടൻസിൽസ് ഉണ്ട്. അതുപോലെ നമ്മുടെ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ
സിറ്റിംഗ് ലോഞ്ച്. ഞാൻ നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടുപിടിച്ച എന്തെങ്കിലുമൊക്കെ. ഹലോ പറയും. ഹലോ. അതെ, നമുക്കിവിടെ ബാൽക്കണി ഉണ്ട്. ബാൽക്കണി നമുക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി ഈ വ്യൂ ഉണ്ട്. അതിന്റെ മുകളിൽ നമുക്കൊരു ടെറസ് ഉണ്ട്. ടെറസിൽ നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ കത്തീഡ്രൽ കാണാനായിട്ടാ പറഞ്ഞേക്കണേ. നമുക്കിത് കഴിഞ്ഞിട്ട് കത്തീഡ്രൽ കാണാൻ ടെറസിന്റെ മുകളിലേക്ക് പോകാനുണ്ട്. ഇത് നമ്മുടെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും മുകളിലത്തെ ടെറസാട്ടോ. ടെറസിൽ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ നല്ല വ്യൂ ആണ്. നമുക്കിത് എത്ര നേരം വേണമെങ്കിലും ഈ സമയം ഇത് യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ വാഷിംഗ് മെഷീനും ഡ്രയറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് അലക്കമൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. കാരണം നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ബുക്ക് ചെയ്തപ്പോൾ എന്ത് പറയുന്നുണ്ടായിരുന്നു ഈ കത്തീഡ്രൽ കാണാമെന്ന്. അപ്പോൾ ആ കത്തീഡ്രൽ നല്ല ഭംഗിയിലൂടെ കാണാം. അതുപോലെ കണ്ടോ ചുറ്റും ഇതുപോലെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സ് ഫ്ലാറ്റ് പോലത്തെ കണ്ടോ ഫുള്ളും കുറേ ചെടികളൊക്കെ വെച്ചിട്ടുള്ള വീടുകളും അതുപോലെ നമുക്ക് കാണാൻ തുണി കളിക്കിട്ട് നമുക്ക് സ്ഥിരം താമസിക്കുന്ന സ്ഥലമാണ്. സിറ്റിയുടെ നടുക്ക് തന്നെയാട്ടോ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റ്. നമുക്ക് ബസ് സർവീസും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് കറങ്ങി. അപ്പോൾ കണ്ട ഒരു കടയാണെങ്കിൽ കുറേ നമ്മുടെ നാട്ടിലെ പോലെ കമ്മലുകളും ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാറ്റേണിലുള്ള ഡ്രസ്സുകളൊക്കെ. അപ്പോൾ അതിൽ കയറി എല്ലാത്തിൻ്റെയൊക്കെ വില ചോദിച്ചു. അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഒന്നും വാങ്ങിയില്ല. അത് അങ്ങ് എല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് ഇങ്ങ് പോന്നേ. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു സാധനം എന്താണെന്നറിയാം, എല്ലാവരുടെയും കൈ കണ്ടതാട്ടോ. നമ്മളും ഒരെണ്ണം വാങ്ങിച്ചു. നമ്മുടെ വിശറി കണ്ടോ. നമുക്ക് ഭയങ്കര ചൂടാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ പുറത്തേക്കൂടെയൊക്കെ നടക്കുമ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ ട്രെയിനൊക്കെ കയറാൻ പോയിട്ട് താഴെ പോയി നിൽക്കുമ്പോൾ ഒക്കെ അണ്ടർഗ്രൗണ്ടില്ലാത്ത ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ നമ്മൾ നല്ല പറ്റില്ലേ. ഇപ്പൊ നല്ല സുഖമായിട്ടോ, നല്ല രസം. ഇപ്പോൾ ഈവനിങ് ആയപ്പോഴേക്കും നല്ല നമ്മുടെ ഒരു സിറ്റി കൂടെ നടക്കുന്ന വഴിക്കുള്ള വെള്ളം വാട്ടർ ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവാനും കുടിക്കാനും ഡ്രിങ്കിങ്ങിനും പറ്റിയ വാട്ടറാണേ. ഇവിടുത്തെ സിറ്റി കൂടെയൊക്കെ നടക്കുമ്പോഴത്തെ ബിൽഡിങ്ങൊക്കെ ആണ് നല്ല രസം കേട്ടോ. നല്ല പഴയ കുറേ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള ബിൽഡിംഗ് ആയിരിക്കും. പിന്നെ എപ്പോഴും ഇതുപോലെ ആരെങ്കിലുമൊക്കെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ നമുക്ക് ഇങ്ങനെ ഒഴുകി നടക്കണ പോലെ നടക്കാൻ പറ്റും. എപ്പോഴും ഉണ്ടാകും. ഒരു എന്താ പറയുക, ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ കാണാം. അപ്പോൾ നമുക്ക് എപ്പോഴും ആ സൗണ്ട് നമ്മുടെ താളത്തിലൊരു താളം ഉണ്ടാകും. നമ്മൾ നടക്കുന്നതിനൊക്കെ ഒരു താളം കിട്ടിയിട്ടായിരിക്കും കേട്ടോ നമ്മൾ നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചെന്ന് വിട്ടത് അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡാൻസ് ഗ്രൂപ്പിൻ്റെ ഷോയിലേക്കായിരുന്നു കേട്ടോ. അയ്യോ സൂപ്പറായിരുന്നു. ഭയങ്കര ഫ്ലെക്സിബിളായിട്ടുള്ള മൂവ്സും അതുപോലെ അവർ ഭയങ്കര തമാശയും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ അവർ ചെയ്യുന്നത്. നമുക്ക് കുറേ ഭാഷ നമുക്ക് മനസ്സിലാവത്തില്ല, ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലാണ് പറയുന്നത്. പക്ഷേ എന്നാലും നമുക്ക് അവരുടെ ആക്ഷനിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു അരമണിക്കൂറോളം അത് തന്നെ കണ്ടത്. അത് സ്ട്രീറ്റിൽ ഇങ്ങനെ ചുമ്മാ നിന്നൊരു ഷോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അവരിൽ ഓരോരുത്തർ വന്നിട്ട് ഓരോരുത്തരുടെ സ്കില്ലിനനുസരിച്ചുള്ള മൂവ്സും ഒക്കെ ആയിട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്തുനിന്ന് ഓഡിയൻസിൽ നിന്ന് 1-2 പേരെയൊക്കെ വിളിച്ചിട്ട് അവർ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു. നമുക്ക് അവരുടെ ശരീരം വഴങ്ങുന്നുണ്ട് നമ്മൾ ഞെട്ടിപ്പോയി. അത്രയും ഫ്ലെക്സിബിളായിട്ടുള്ള ബോഡി മൂവ്സ് ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവസാനം അവർ ചെറിയ കളക്ഷനൊക്കെ നടത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായ കുറച്ച് പൈസ നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മളെയൊക്കെ അയർലൻഡാന്നൊക്കെ പറഞ്ഞ് നമ്മളെയൊക്കെ വിളിച്ച് അവർ താങ്ക്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അവരെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. traerlo. Barcelona, sulla mia pelle. Digo Argentina, dice que es de Buenos Aires. Cuidado, eso, perfecta técnica del
Gran Telmo, espectacular. De Barcelona a París, las Olimpiadas. Abdul. Argentina. Gracias, amigo, gracias. ¿De dónde eres? Where are you from? Ireland, Irlanda. From Irlanda. Cierto. Wow. നമ്മൾ ബാർസലോണ സിറ്റിയുടെ നടുക്ക് എൻ്റെ ഒരു കത്തീഡ്രൽ ഓഫ് ബാർസലോണ കാണാൻ വന്നാട്ടോ. അകത്ത് കയറുന്നില്ല, നമ്മൾ വേറൊരു കത്തീഡ്രൽ കാണാൻ വേണ്ടി എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് കാണാൻ വന്നു. നല്ല ഭയങ്കര വലിയൊരു കത്തീഡ്രലായിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മുടെ കാണാൻ പറ്റും, പുറത്തുനിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും പഴയ ശില്പകലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒത്തിരി പേര് ഈ സ്ട്രീറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഫേമസ് സ്ട്രീറ്റാണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ ഓരോരുത്തർ വന്ന് ഓരോ ഷോകൾ ചെയ്യുന്നുണ്ട്. പാട്ട് പാടുക, ഫ്ലൂട്ട് വായിക്കുക, ഡാൻസ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. കുറേ പേര് വന്ന് ഫോട്ടോസ് എടുക്കുന്നു. അങ്ങോട്ടും അങ്ങനെ ഒത്തിരി പല ഗ്രൂപ്പുകൾ, അത് പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാട്ടോ. നമുക്ക് എപ്പോഴും ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അറിയാം, പല ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് വേൾഡിൽ നിന്നാണ്. അർജൻറ്റീന, റോം, ഇറ്റലി, ഇംഗ്ലണ്ട്, നമ്മളാണെങ്കിൽ അയർലൻഡ്, അങ്ങനെ എല്ലായിടത്തു നിന്നുള്ള ഒത്തിരി പേരുണ്ടായിരുന്നേ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കത്തീഡ്രൽ പുറത്ത് കാണാനായിട്ട്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ഒലീവ് ട്രീസ് ആട്ടോ. ഒലീവ് ട്രീസുകളാണ് ഫ്രണ്ടിൽ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് നിൽക്കണേ. ബാർസലോണ സിറ്റിയുടെ നടക്കക്കുഴപ്പം ഒരു ഭാഗത്ത് അവരുടെ ഓൾഡ് സിറ്റി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഗോട്ടിക്കോ ബാർസലോണ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിൽ കൂടെ കുറേ നേരം നടന്നു കേട്ടോ. നമ്മുടെ ചെറിയ ഇടുങ്ങിയ വഴികളൊക്കെ ആയിരിക്കും ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഭംഗിയുള്ള കല്ലുകൾ കൊണ്ട് പണിത ബിൽഡിങ്ങുകളും ഓഫീസുകളും അതൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, അപ്പാർട്ട്മെൻറ്റുകളായിട്ടും ഓഫീസ് പർപ്പസിനൊക്കെ ആയിട്ടും. പക്ഷേ നിറയെ ടൂറിസ്റ്റുകളാട്ടോ ഇവിടെ എപ്പോഴും. ഏത് നേരത്തും ഇതുപോലെ ആളുകളാണ്. ഉച്ചയ്ക്ക് ഒരു 1 മണി തൊട്ട് 3 മണിയിലൊക്കെ നമുക്ക് നല്ല ചൂടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഒരു ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. നമുക്കിങ്ങനെ നടന്നത് ഞാൻ പറഞ്ഞില്ല, മ്യൂസിക്കൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കഴിച്ച് ഇങ്ങനെ പയ്യെ നടക്കാൻ നല്ല രസമാണേ. നമ്മൾ അവിടെ ചെന്നപ്പോഴായിരുന്നു ഇന്നായിരുന്നു കാറ്റലോണിയ റീജിയൻ്റെ പ്രസിഡന്റ് ആദ്യമായിട്ട് സ്ഥാനമായിട്ടുള്ള ദിവസം. അപ്പോൾ അവിടെ കുറേ ഇങ്ങനെ ക്യാമറാസും ലൈവ് ടെലികാസ്റ്റിങ്ങും അങ്ങനെ ചാനൽ ആൾക്കാരെ കണ്ടപ്പോഴാണ് നമ്മൾ ചോദിച്ചത്. അപ്പോഴാണ് അവരത് പറഞ്ഞത്. അപ്പോൾ നമ്മളും കുറച്ച് നേരം അവിടെ നിന്നു, ഇനി അവരെ കാണാനെങ്ങാൻ പറ്റിയാലോ എന്ന് ചെയ്തിട്ട്. പക്ഷേ പ്രസിഡന്റിനെ കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ അവിടെയൊക്കെ നിന്ന് അവിടുത്തെ കാര്യങ്ങളെ കുറച്ച് മനസ്സിലാക്കി. കുറേ അവിടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി അവിടെ നിന്ന് ഇത് നമ്മുടെ പ്രസിഡൻഷ്യൽ ഹൗസാണ്. ഇന്നലെ ആട്ടോ പുതിയ പ്രസിഡന്റ് എലക്ട് ചെയ്തത്. കാരണം ഇവിടെ കുറേ ചാനൽസൊക്കെ ഒന്ന് ലൈവ് ടെലികാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ സിറ്റി ഹോൾ. perché sospirar non penso കാണുന്ന ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ ബാക്ക് തിരിഞ്ഞ് നടന്നതിന് എന്തോ ലക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അന്ന് നമ്മുടെ ലക്ക് പരീക്ഷിക്കാനേരി ഞാനും പിള്ളേരും കൂടെ ബാക്ക് തിരിഞ്ഞ് നടന്നു കേട്ടോ. എല്ലാം നോക്കാം നമുക്ക്, എല്ലാം ലക്ക് വരും.
നമ്മൾ ക്യൂ നിൽക്കുന്നത് ചീറോസ് വിത്ത് ചോക്ലേറ്റ് ഡിപ്പ് കഴിക്കാനാട്ടോ. ഇവിടെ ചീറോസ് എന്നാണ് പറയുന്നത്. സ്പെയിനിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും കഴിക്കണം. നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ കടയുടെ അകത്ത് കുഞ്ഞു കട കേട്ടോ, നിറയെ ക്യൂ, എല്ലാവരും ഇത് വാങ്ങിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണേ. はい、churros with hot chocolate. Hot chocolate? Yeah. How it pronounced? Churros, is it? Excuse me? Yeah, how you call this? Churros. 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 Sugar? Yeah. Yes. Thank you. Papa. ചോക്ലേറ്റ് ചൂടാ ചൂടിക്കുന്നേ. ചോക്ലേറ്റ് കേട്ടോ, ഹോട്ട് ചോക്ലേറ്റ്. പഞ്ചസാര ഇട്ടുണ്ടല്ലേ? മസാല ഇട്ടുണ്ട്. ഞാനുണ്ട് ഐസാണോ? കുഴപ്പമില്ല, നല്ലതാ. ഒത്തിരി മധുരമൊന്നുമില്ല കേട്ടോ. നമ്മളെന്തോ ഒരു സാധനത്തിൻ്റെ പോലെ, ഉള്ളു ഭയങ്കര സോഫ്റ്റാണ്, പുറത്താണ് ഭയങ്കര ക്രിസ്പി. അതിങ്ങനെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ എല്ലാം കൂടി വരുമ്പോൾ കണ്ടാ തോമാത്തിന് നല്ല ഇഷ്ടം. ഡിപ്പ് ചെയ്താ Yeah, this time. ടച്ച് ചെയ്യണ്ടമ്മേ. അതാണ് അവനും പറഞ്ഞേ. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ട്രിപ്പ് അവസാനിക്കുക കേട്ടോ. നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് മെട്രോ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണതാണ്. 10 minutes
വെയിറ്റിംഗ്. ഇത്രയും നേരം വന്നപ്പോൾ 2 മിനിറ്റ്സിലുണ്ടായിരുന്നു, ഇപ്പോൾ 10 മിനിറ്റ്സ് വെയിറ്റിംഗ്. ലേറ്റ് നൈറ്റ് ആയല്ലോ, ഒരു 11 o'clock ആയി. നമ്മൾ ഒത്തിരി ഫുഡൊക്കെ ട്രൈ ചെയ്തു, പല ടൈപ്പ് ഓഫ് ഫുഡും ഡ്രിങ്ക്സൊക്കെ ട്രൈ ചെയ്ത് ആകെ ടയേർഡായി. ചൂടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഈവനിങ് ആയപ്പോൾ കുഴപ്പമുണ്ടായില്ല കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ ഈ ട്യൂബിനകത്ത് അണ്ടർഗ്രൗണ്ടിനകത്ത് വന്നിരിക്കുമ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സീനാണിപ്പോൾ ഇത്. ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി നടന്നു വന്നപ്പോൾ വീണ്ടും വന്ന് എന്തെങ്കിലും കൂടെ ഒന്ന് കഴിച്ചാൽ ഇവിടെ അത്യാവശ്യം ഫുഡ് ഇച്ചിരി ചീപ്പാട്ടോ. എന്തായാലും വന്നില്ല. അപ്പോൾ ഞങ്ങൾ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചായും പുറത്ത് പോയിട്ട് അവിടുത്തെ കബാബ് ഷോപ്പിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ ട്രിപ്പ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ.